തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അലക്സ് റാം മുഹമ്മദ് അവിടെ നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അലക്സ്, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന BJP-യിൽ മൊത്തത്തിൽ ആശയക്കുഴപ്പമുണ്ട്. എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിൽ ഈ ആശയക്കുഴപ്പം എന്തുകൊണ്ടുണ്ടാകുന്നു? പക്ഷം പിടിക്കുന്നുണ്ട് നേതാക്കൾ. അപ്പോൾ ഇതിലൊരു ഏകസ്വരം ഉണ്ടാകുന്നില്ല എങ്കിൽ BJP ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നത് സംശയമല്ലേ അലക്സ്? അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ BJP ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് സംസ്ഥാനത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കുന്നതിനുള്ള നടപടികൾ ഒരു ക്രൈസ്തവ നയതന്ത്ര പ്ലാൻ തന്നെ ആവിഷ്കരിച്ചത്. അതിൽ നമ്മൾ ഈ ഈസ്റ്റർ ദിനവും ക്രിസ്മസ് ദിനവും ഒക്കെ BJP സ്വീകരിച്ച നിലപാട് കണ്ടതാണ്. ആ ക്രൈസ്തവ നയതന്ത്രം അപ്പാടെ പാളിയെന്നാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം ഉന്നയിക്കുന്ന ആരോപണവും വിമർശനവും. പ്രധാനമായി ഈ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടിയിൽ കൂടിയാലോചന നടത്തിയില്ല എന്നാണ് ഈ വിഭാഗം പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് എന്നിവർ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കാളികളായത്, അത്തരം ചർച്ചകളിൽ പങ്കാളികളായത്. അത്തരത്തിലൊരു അവസാനത കാട്ടുന്ന ഒരു സമീപനം ഉണ്ടായില്ല എന്ന വിമർശനമുണ്ട്. വിഷയത്തിൽ RSS എതിരായതോടെയാണ് MT രമേശ് ഈ തീരുമാനത്തിൽ നിന്ന് അകലുന്നൊരു സാഹചര്യം ഉണ്ടായി. ഗ്രൂപ്പിന് അതീതമായി കൈതീർക്കാൻ കെ സുരേന്ദ്രനും MT രമേശും തീരുമാനിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ, അതായത് കന്യാസ്ത്രീ വിഷയത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രൈസ്തവ നയതന്ത്രം പാളിയത് കൂടിയാലോചനകളില്ലാതെ എടുത്തു ചാടിയതിനാണ് കെ സുരേന്ദ്ര, MT രമേശ് വിഭാഗങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ തരത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു ഭിന്നത ഉടലെടുത്ത് കഴിഞ്ഞു. അത് മാത്രമല്ല, സംഘപരിവാറിൽ RSS-ലും അതുപോലെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകളും BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയത് കണ്ടു. ഇന്ന് BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S ദേശം നടത്തിയൊരു പ്രധാനപ്പെട്ട പ്രതികരണം, ഈ കന്യാസ്ത്രീമാർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് BJP-ക്ക് അറിയില്ല. അതായത് കന്യാസ്ത്രീകളെ സംശയത്തിൽ നടത്തുന്ന ഒരു നിലപാടിലേക്ക്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് സംസ്ഥാന BJP-യിലെ നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നത്. അതിലൊരു ഏകസ്വരം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.